അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന സ്പിരിറ്റ് ഇൻ ജീസസ് ശുശ്രൂഷയുടെ പരസ്യം പേറുന്ന വാഹനങ്ങളിൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാകുമോ? ഇത്തരത്തിൽ 2 സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായി. KSRTC ബസ്സുകൾ ഉൾപ്പെട്ട വലിയ ദുരന്തമായി മാറാമായിരുന്ന 2 അപകടങ്ങളുടെ വാർത്തയും ദൃശ്യങ്ങളും നമുക്കൊന്ന് നോക്കാം. 2026 മെയ് 21 കുമളിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലേക്ക് വെളുപ്പിന് 4:45 ദേശീയപാതയിൽ പെരുവന്താനത്തിനു സമീപം 40-ാം മൈലിൽ വണ്ടിയോളം ഉയരമുള്ളൊരു കൂറ്റൻ പാറ വന്നു പതിക്കുകയായിരുന്നു. 50ഓളം പേർ ബസ്സിൽ ഉറങ്ങുന്ന നേരം. പിറകിലത്തെ മൂലയിൽ വൻ പാറ ഉരസിയിറങ്ങിയപ്പോൾ ബസ്സിൻ്റെ പിറകിലും വശത്തും പതിപ്പിച്ചിരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ യുഗാരംഭത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ഒരു കൈക്കുമ്പിളിലെന്ന വണ്ണം ആ വാഹനത്തെ കോരിയെടുത്തു. 50-ലധികം പേരുടെ ജീവനാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത്. തൃശ്ശൂരിൽ മെയ് 22, 23, 24 തീയതികളിൽ സ്പിരിറ്റ് ഇൻ ജീസസ് നടത്തിയ പരിശുദ്ധ മറിയത്തിൻ്റെ മഹാമഹോത്സവത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങളും യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ചിത്രങ്ങളുമായിരുന്നു അവിടെ കണ്ടത്. സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകത്തിൻ്റെ സംരക്ഷണ ഭിത്തിയിൽ വലിയൊരു ദുരന്തം തടഞ്ഞു നിർത്തപ്പെടുന്നത് ജൂൺ 12 കോട്ടയം ചിങ്ങവനത്തിനു സമീപവും കാണാൻ കഴിഞ്ഞു. തിരക്കുള്ള MC റോഡിൽ അശ്രദ്ധമായി യൂടേൺ എടുത്ത കാറിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുന്ന ബസ്. കാറിൽ ഇടിച്ചു കയറാതെ ആ വണ്ടി വട്ടം തിരിഞ്ഞ് എങ്ങനെ പിടിച്ചു നിർത്തപ്പെട്ടു? അതിജാഗ്രതയോടെ ആ വാഹനമോടിച്ച ഡ്രൈവറെ ദൈവനാമത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ആരാണ് അദ്ദേഹത്തെ സഹായിച്ചത്? സഡൻ ബ്രേക്കിട്ട ആ ബസ് എങ്ങനെ തകിടം മറിയാതിരുന്നു? KSRTC ബസ്സിൻ്റെ 3 വശങ്ങളിലും സംരക്ഷണത്തിൻ്റെ സ്പിരിറ്റ് ഇൻ ജീസസ് മുദ്ര പതിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന നാമമാണ്, സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന അഭിഷേകമാണ് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകിയത്. സ്പിരിറ്റ് ഇൻ ജീസസ് സവിശേഷ സംരക്ഷണത്തിൻ്റെ സ്വർഗീയ മുദ്രയാണ്. മനുഷ്യനു മാത്രമല്ല, സകല സൃഷ്ടപ്രപഞ്ചത്തിനും ആ മുദ്ര നമുക്കും അണിയാം.